കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബീഫ് ബിരിയാണിയാണ്. ഇതുണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന 1/2 കിലോ ബീഫ്, 200 ഗ്രാം അരി, ബസ്മതി അരി വെള്ളത്തിൽ ഇട്ട് കുതിർത്തെടുത്തിരിക്കുന്നു, 2.5 സവാള മുറിച്ച് വെച്ചത് ചെറുതായിട്ട്, ഇനി ആ സവാള തന്നെ 2.5 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു തേങ്ങ തിരുമിയത് അത് 2 സ്പൂണുണ്ട്, 2 സ്പൂണ് അണ്ടിപ്പരിപ്പ് കുതിർത്തത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 3 സ്പൂണ്, ഒരു പിടി കൊച്ചുള്ളി, 2 തക്കാളി അരിഞ്ഞത്, ഒരു വലിയ ക്യാരറ്റ് അരിഞ്ഞു വെച്ചത്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ അരി വേവിക്കാനുള്ള മസാല ഐറ്റംസ്, 2 സ്പൂണ് തൈര്, 1 സ്പൂണ് നാരങ്ങാ നീര്, മുളക് പൊടി 1 സ്പൂണേ നമ്മൾ എടുക്കുന്നുള്ളൂ, കാരണം പച്ചമുളക് നമ്മൾ ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തിടാൻ എടുക്കുന്നു, ഓയില്, നെയ്യ്, ഗരം മസാല, മല്ലിപ്പൊടി. നമ്മളിനി ബീഫ് വേവിക്കാൻ പോവുകയാണ്. അതിനായിട്ട് ബീഫ് ഇട്ട് ഇതിന് കുറച്ച് സവാള മതി, ബാക്കി നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കൊച്ചുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊരു 1.5 സ്പൂൺ ഇട്ടു, അല്പം നാരങ്ങ നീര്, പിന്നെ ഇതിൻ്റെ തക്കാളി മുഴുവൻ ഇടുകയാണ്. ഇതിൽ നിന്ന് പുതിനയില, മല്ലിയില അല്പം, തൈര് ഒഴിച്ചു, ഇനി അല്പം കറിവേപ്പില ചേർത്ത് നമുക്ക് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇപ്പം മുളക് പൊടിയും ചേർത്ത് മല്ലിപ്പൊടി 1 സ്പൂണ് ചേർത്തു, ഗരം മസാല 1 സ്പൂണ്, ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കുന്നു. നമ്മളൊരു കുറച്ച് വെള്ളവും കൂടെ, അര ഗ്ലാസ് വെള്ളവും കൂടെ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്, ബീഫ് വേവാനുള്ള വെള്ളം. നമ്മൾ ബീഫ് വേവിക്കാൻ വെക്കുകയാണ്. 8 മുതൽ 10 വിസിൽ വരെ വേണം ബീഫ് വേവാൻ. അത് ഓരോ ബീഫിൻ്റെ വേവ് അനുസരിച്ചാണ്. ഇത് ഇച്ചിരി കട്ടിയുള്ള ബീഫ് ആയതുകൊണ്ട് ഒരു 10 വിസിൽ അടിക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് സവാള വറുത്ത് കോരാം. ഇപ്പം ചൂടായിട്ടുണ്ട്, നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് വറുത്ത് കോരാനുള്ളത്. നമ്മൾ സവാള വറുത്ത് കോരാനായിട്ട് ഇടുകയാണ്. ഇപ്പം പകുതി മുരിഞ്ഞിട്ടുണ്ട്. നമ്മൾ നല്ല കളറ് കിട്ടാനും നല്ലോണം മൊരിയാനും വേണ്ടി ഞാനൊരു 1/2 സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. സവാള മൂത്ത് വന്നിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് കോരാം. പിന്നെ ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് ഇടാം. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് കിസ്മിസ് ഇടാവും. നമ്മൾ കുറച്ച് കറിവേപ്പില ബിരിയാണി ഗ്രേവി ഉണ്ടാക്കാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അത് നെയ്യ്, അതിനകത്തേക്ക് ഒരു 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ വഴറ്റണം. പച്ചമണം മാറിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് നമ്മൾ എടുത്തതിൻ്റെ ബാക്കി സവാള ഇട്ട് കൊടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നു, ഇപ്പം ഇളക്കുന്നു. ഇതിലേക്ക് കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നു. നന്നായിട്ട് ഇളക്കി അടച്ചു വെക്കണം. നമുക്കിനി മസാല റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് അരി വേവിക്കാൻ വെക്കാം. അതിനായിട്ട് 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് അടുപ്പ് വെച്ച് മസാല സ്പൈസസ് എല്ലാം ചൂടായിട്ടുണ്ട്. നമ്മളിതിലേക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. അരി നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാവട്ടെ.
ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അരി എടുത്ത പാത്രത്തിൻ്റെ 1.5 ഇരട്ടി വെള്ളം, അതായത് അരിയുടെ 1.5 ഇരട്ടി വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു വേവാനുള്ള വെള്ളം. ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അടച്ചു വെച്ച് വേവിക്കാം. നാരങ്ങാനീര് 1 സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും തേങ്ങയും അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കുന്നു. ഇതിലേക്ക് നമ്മൾ ബീഫ് ചേർത്ത് കൊടുക്കുന്നു. വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുന്നു. ഇതിലേക്ക് 1/2 സ്പൂണ് ഗരം മസാലയും 1 ടേബിൾ സ്പൂണാണ് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കുന്നു. ഇനി നമ്മൾ ബിരിയാണി പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ പകുതി അരി അതിനകത്തേക്ക് ഇടുന്നു. ഇനി ഇതിലേക്ക് ക്യാരറ്റ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് മൊത്തം ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ സവാള എല്ലാം വഴറ്റി വെച്ചേക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. ഇതിൻ്റെ മുകളിലേക്ക് 2 സ്പൂൺ നെയ്യ് നമ്മളിങ്ങനെ ഒഴിക്കുന്നു. ബാക്കി റൈസ് നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഇടുന്നു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും എല്ലാം കൂടെ വിതറുക. മല്ലിയിലയും പുതിനയിലയും നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ബാക്കി ഇരിക്കുന്നതുകൂടെ വിതറിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിക്കുക. ലോ ഫ്ലെയിമിലേ വേവിക്കാവൂ. നമ്മുടെ സ്വാദിഷ്ടമായ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.